ദൈവത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ദൈവം പറയുന്നത് കേൾക്കണം തിരുവചനത്തിലൂടെ. യുവജനങ്ങൾ കരങ്ങൾ ഉയർത്തി അവരവരുടെ ഭാഷയിൽ ഈശോയെ വിളിക്കുന്നതാണ് വിശുദ്ധ കുർബാനയെ പറ്റിയുള്ള ഏറ്റവും വലിയ ക്ലാസ്. പ്രിയമുള്ള യുവജന സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ണു തുറന്ന് ചുറ്റുപാടുകൾ നോക്കണം. വിശ്വാസമുള്ള സമൂഹത്തിൻ്റെ കൂടെ നടക്കണം. വിശ്വാസത്തിൻ്റെ കാഴ്ചകൾ കാണണം. ദൈവത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ദൈവം പറയുന്നത് കേൾക്കണം തിരുവചനത്തിലൂടെ. ഞാനത് പറയുന്നത് കഴിഞ്ഞ വേൾഡ് യൂത്ത് ഡേക്ക് 3.5 മില്യൺ യൂത്താണ് പങ്കെടുത്തത്. ലിസ്ബണിൽ, പോർച്ചുഗലിലെ ലിസ്ബണിൽ 35 ലക്ഷം ചെറുപ്പക്കാർ ഒരു ഗോതമ്പപ്പത്തെ നോക്കി സാധാരണ മണലിൽ മുട്ടുകുത്തി കരങ്ങൾ ഉയർത്തി അവരവരുടെ ഭാഷയിൽ ഈശോ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, അത് പള്ളിയിൽ അച്ഛൻ പറഞ്ഞിട്ടില്ല, അത് അപ്പനും അമ്മയും നിർബന്ധിച്ചിട്ടില്ല. ഒരുപാട് സെക്കുലറായൊരു വേൾഡിൽ നിന്ന്, ഒരുപാട് സ്വാതന്ത്ര്യമുള്ള ഒരു മണ്ണിൽ നിന്ന് യുവജനങ്ങൾ കരങ്ങൾ ഉയർത്തി അവരവരുടെ ഭാഷയിൽ ഈശോയെ വിളിക്കുന്നതാണ് വിശുദ്ധ കുർബാനയെ പറ്റിയുള്ള ഏറ്റവും വലിയ ക്ലാസ്. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ചുറ്റുപാടുകൾ നോക്കണം. വിശ്വാസ സമൂഹത്തിൻ്റെ ഭാഗമായി നടക്കണം. നിങ്ങളുടെ ഉള്ളിലെ ചോദ്യങ്ങളിൽ, സംശയങ്ങളിൽ കുടുങ്ങിക്കിടക്കരുത്. ആവശ്യത്തിലധികം റിസോഴ്സ് നമുക്ക് ഈ ഭൂമിയിലുണ്ട്. ദൈവം സംസാരിക്കുന്ന ഒരുപാട് വഴികളുണ്ട്. ദൈവത്തെ ആഴത്തിൽ സ്നേഹിക്കാൻ ഒരുപാട് സാധ്യതകൾ എക്സ്പ്ലോർ ചെയ്യുക. ഒരുപാട് യുവജനങ്ങൾക്ക് ചോദ്യങ്ങളുണ്ട്, സംശയങ്ങളുണ്ട്, സ്ട്രഗിളുണ്ട്. പക്ഷേ ഈ സ്ട്രഗിളായിട്ട് അകത്തിരുന്നാൽ മതിയോ? നിങ്ങൾ എന്ത് പെയിൻ എടുത്തിട്ടുണ്ട്? ഈശോയെ കണ്ടെത്താൻ, അന്വേഷിക്കാനും സ്നേഹിക്കാനും എന്തോരം സ്ട്രഗിള് ലൈഫിൽ നിങ്ങൾ എടുത്തിട്ടുണ്ട്, ചിന്തിക്കണം. അതുകൊണ്ട് ചില സാക്രിഫൈസ് സ്ട്രഗിൾ എടുക്ക്. ഉറപ്പായിട്ടും ഈശോയെ കൂടുതൽ ആഴത്തിൽ തിരിച്ചറിയാൻ പറ്റും.